ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. മുട്ടയും പച്ചമുളകും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വലിപ്പമുള്ള മുളകാണ്, എരിവ് നല്ല കുറവാണ്. എരിവ് കുറവുള്ള മുളക് വാങ്ങിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തൊണ്ടൻ മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും, സാമ്പാർ മുളകൊക്കെ. അത് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ബജി ഉണ്ടാക്കുന്ന മുളകില്ലേ, അത് വെച്ചിട്ട് വേണമെങ്കിലും ഈ റെസിപ്പി ചെയ്യാം. ആദ്യം നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ ചരിച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എരിവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്തുള്ള കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് 240 ml കപ്പിൽ 1.5 കപ്പ് വരും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 6 മീഡിയം സൈസ് മുട്ടയാണ്. മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം കേട്ടോ. മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരണം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, പച്ചമുളകിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് സാധാരണ കറി പോലെയല്ല, പച്ചമുളക് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമുളക് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് മുറിഞ്ഞു വരികയാണെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുളക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട ഒഴിച്ച ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുത്താലും മുട്ട ചെറിയ ചെറിയ പീസായി പോകും കേട്ടോ. ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. മുട്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ കിടക്കണം. അപ്പോൾ ഇതാ മൊത്തം ഇളക്കിയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റി വരണം. തീ കൂട്ടിയിടരുത് കേട്ടോ, എന്നാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അധികം ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പിക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.